എന്തിനാ എണീപ്പിച്ചെടുത്തത് മനസ്സിലായോ? ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് പാടിയ പാട്ട് ഞാൻ റീക്രിയേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ, ഇനി കുറച്ചുകൂടി തീരാവുന്നു. നിങ്ങൾക്കായിരുന്നല്ലോ ഏറ്റവും ഭയങ്കര 4 ദിവസം കൊണ്ട് എഡിറ്റ് ചെയ്യുന്നു, തീർന്നില്ല. ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട്. ചെയ്തു വന്നപ്പോ കുഴപ്പമില്ല, ഫുള്ള് തീർത്തിട്ട് ഞാൻ മറുപടി പറയാം. യു ഹാവ് ടു ആൻസർ. പറയണം, എന്നോട് പറയണം, മറുപടി പറയണം. ഞാൻ കേൾക്കാൻ നിൽക്കുക. ഈ പാട്ട് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യാനുള്ള സാമ്പത്തികം നമ്മുടെ ഇല്ലെന്നെ. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ടാണ് പാട്ട് എഴുതി എടുത്തിട്ട് ഞാൻ മ്യൂസിക് അതുവഴി കമ്പോസ് ചെയ്താണ് അതിന്റെ ഔട്ടറേക്ക് വീഡിയോ എഡിറ്റ് ചെയ്തത്. തെറ്റാണെന്ന് അറിയാം, സോറി. നോ സോറി, യു വിൽ ബി പണിഷ്ഡ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന് ശിക്ഷയാണ്. ആരെ കളിയാക്കാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ്. മൊത്തം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ശിക്ഷ എന്നാലും ഞാൻ വാങ്ങിച്ചു. എന്നൊരു വീട് മായകൾ തന്മാലിക്ക വീട് പകലില്ല രാവുകളില്ല. ഇതു ഞങ്ങളുടെ സ്വന്തം വീട്, സ്വപ്നങ്ങൾ കണ്ടു മടുത്തു, ഇനി കാണാം യാഥാർത്ഥ്യങ്ങൾ. അല്ല, ഒന്ന് മാറ്റി പിടിച്ചതാ. അല്ല, പൊഴിഞ്ഞു വലിഞ്ഞു വരുമ്പോൾ പുക വരുന്നത് വെളിയില. പിന്നെ 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 അടിയില കളികളും ഇനി മുറുകിയാകും മുഴുവൻ കുറവില്ല. തുടരണം മറതലവിനി പഠിക്കണം, മഴയൊരു കത്തിനൊരുങ്ങിയിറങ്ങി തുരത്തി തുരത്തി അടിക്കണം. അപ്പോ ഓക്കേ ആകെ പുതിയ close the deal. മാലിക്ക വീട് പകലില്ല രാവുകളില്ല. ഇതു ഞങ്ങളുടെ സ്വന്തം വീട്. ആകെ പുകിലായി എല്ലായിടം നെട്ടോട്ടം. എല്ലാം നേടാനായി വന്നോർക്കെല്ലാം വെപ്രാളം വെപ്രാളം. അപ്പോ ഓക്കേ. കൊള്ളാലല്ലേ? നല്ല പെടയാണ് കിട്ടണ്ട്. എന്റെ സ്വഭാവം മാറ്റരുത്. ഇനി ധൈര്യമായിട്ട് പുറത്തിറങ്ങി നടക്കാല്ലേ? പുറത്തിറങ്ങി അടി കിട്ടുന്നു. ഇവിടെ ക്രിയേറ്റിവിറ്റിക്കൊന്നും ഒരു വിലയില്ലേ. കഷ്ടം.